കേട്ടോ, നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. കുറേ ചക്കൊക്കെ മൂത്ത് കിടപ്പുണ്ട്. ചക്കയൊക്കെ ഇട്ട് ചക്ക വെട്ടി കുറേ ചക്കപ്പങ്ങളൊക്കെ ഉണ്ടാക്കാം. ചക്ക വെട്ടുന്ന ദിവസം വേറെ ഒരു പണിയും നടക്കില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചക്ക ഉള്ളപ്പം വെട്ടി എരിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടുള്ള സിബ്ലോ കൂടിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്താൽ വർഷം മുഴുവൻ നമുക്ക് ഫ്രഷ് ചക്ക തന്നെ ആയിട്ട് വേവിച്ച് തിന്നാം. ചക്കയെ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ആദ്യം ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്. ആ സമയം കൊണ്ട് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ചക്ക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആവി കയറുന്നോളം വരെ ഇളക്കണ്ട. അരപ്പ് ചേർക്കാം. മൂടി വെക്കാം, നന്നായിട്ട് ആവി കയറി വെക്കാം. ഉപ്പ് ചേർക്കാം. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ചക്ക വേവിക്കുന്നത് അത്ര കണ്ടാലും മലയാളികൾക്ക് ഇഷ്ടമല്ലേ ഇത് കാണാനും. അല്പം കഴുകിയെടുത്ത് വെള്ളം ചേർക്കാം. ചക്കക്കുരു മാങ്ങയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടേ. ഇത് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മുരിങ്ങക്കോലും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഷ്രിംപ് ഓൾറെഡി കുക്ക്ഡാണ്. ഇവിടെ മേടിക്കുന്ന ഷ്രിംപ് ഓൾറെഡി കുക്ക്ഡാണ്. അതുകൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ വേവും. അതുകൊണ്ടാണ് ഞാൻ മുരിങ്ങക്കോലും കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുന്നത്. കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, എരിവിന് പാകത്തിന് മുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ഒരു അരപ്പുണ്ടാക്കാം.
ചെമ്മീനും മുരുകക്കോലും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങയും ചേർക്കാം. പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഈ കടുക് കൂടി പൊട്ടിച്ചെടുത്താൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ മുരിങ്ങക്കോൽ കറി റെഡി. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് ഇത്. അങ്ങനെ നമ്മൾ ചക്കത്തോട്ടത്തിൽ നിന്ന് ചക്ക പറിച്ചു, ചക്ക വേവിച്ചു, ചക്ക വറുത്തു, ചക്കക്കുരു മാങ്ങ കൊഞ്ചുകറി ഉണ്ടാക്കി, ചക്ക കുറേ ദിവസത്തിന് ഉള്ളത് പാക്ക് ചെയ്തു, കുറച്ച് മൃഗങ്ങൾക്കും കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പണിയെല്ലാം തീർന്നില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ.